കാഞ്ചിയാർ ഫാമിലി ഹെൽത്ത് സെന്ററിൽ മുടങ്ങിക്കിടന്ന കിടത്തി ചികിത്സ പുനരാരംഭിച്ചു. ഇടുക്കി എം.എൽ.എ. റോയ് കെ പൗലോസിന്റെ നേതൃത്വത്തിൽ കാഞ്ചിയാർ പഞ്ചായത്ത് ഭരണസമിതി ആരോഗ്യമന്ത്രി കെ മുരളീധരനെ നേരിൽ കണ്ട നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കിടത്തി ചികിത്സ പുനരാരംഭിച്ചത്. ആവശ്യമുള്ള ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരുടെയും നിയമനമടക്കം ഉടൻ ഉണ്ടാകുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. വർക്കിംഗ് അറേഞ്ച്മെന്റിൽ ഇവിടെ നിന്ന് മാറ്റിയ ജീവനക്കാരെ തിരികെ എത്തിക്കാനും തീരുമാനമായി. ഇതോടൊപ്പം ആവശ്യത്തിന് വേണ്ട ഡോക്ടർമാരുടെ നിയമനവും ഉടൻ ഉണ്ടാകും. നാളുകളായി കാഞ്ചിയാർ ഫാമിലി ഹെൽത്ത് സെന്ററിൽ കിടത്തി ചികിത്സ മുടങ്ങിയിരുന്നു. ഇത് ഈ ആശുപത്രിയെ ആശ്രയിക്കുന്ന നിരവധി ആളുകളെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ആശുപത്രിയുടെ ദുരവസ്ഥ നിരവധി തവണ മാധ്യമ വാർത്തകളായിരുന്നു. കഴിഞ്ഞ ദിവസം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻ തോമസ്, ഇടുക്കി എം.എൽ.എ. റോയ് കെ പൗലോസ് എന്നിവരുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ പഞ്ചായത്ത് ഭരണസമിതി ആരോഗ്യമന്ത്രിയെ നേരിൽ കണ്ട് ആശുപത്രിയുടെ നിലവിലെ സാഹചര്യം ഉൾപ്പെടെ വിവരിച്ച നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കാഞ്ചിയാർ FHCയിൽ വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന കിടത്തി ചികിത്സ ഈ കഴിഞ്ഞ ദിവസം പുനരാരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ശ്രീ കെ മുരളീധരനെ ഞങ്ങൾ പോയി കാണുകയും നമ്മുടെ പ്രിയപ്പെട്ട MLA റോയ് ചേട്ടൻ്റെ സാന്നിധ്യത്തിൽ പോയി കാണാൻ പറ്റിയത് പോയി കണ്ട് നിവേദനമൊക്കെ കൊടുത്തായിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു ഡോക്ടറെയും സ്റ്റാഫ് നഴ്സുകളെയും ഒക്കെ വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വർക്കിംഗ് അറേഞ്ച്മെന്റിൽ കുറേ നഴ്സുമാരെ കൊണ്ടുപോയിട്ടുണ്ട്. അവരെയും തിരിച്ചു വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഇവിടെ ഒരു 10 വർഷം മുമ്പ് വരെ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് അത് മുടങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഭരണസമിതി അധികാരം ഏറ്റ ഉടനെ തന്നെ നമുക്ക് ഈവനിങ് OP പുനരാരംഭിക്കാൻ സാധിച്ചു. ഇപ്പം കിടത്തി ചികിത്സയുണ്ട്. അതിന് നേതൃത്വം നൽകിയ ആരോഗ്യ വകുപ്പ്. കാർഷിക മേഖലയിലുള്ള സാധാരണക്കാരുടെയും അഞ്ചുരുളി, കോവിൽമല തുടങ്ങിയ ഉന്നതികളിലെ ആളുകളുടെയും ഉൾപ്പെടെ പ്രധാന ആശ്രയമാണ് കാഞ്ചിയാർ ഫാമിലി ഹെൽത്ത് സെന്റർ. മികച്ച രീതിയിൽ പ്രവർത്തിച്ചു പോന്നിരുന്ന ഈ ആശുപത്രി കഴിഞ്ഞ കുറച്ചു നാളുകളായി ആവശ്യത്തിന് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അഭാവം ആശുപത്രിയുടെ പ്രവർത്തനത്തിനെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. കിടത്തി ചികിത്സ ആവശ്യമുള്ള നിരവധി ആളുകൾ ആശുപത്രി കിടത്തി ചികിത്സ നിലച്ചതോടെ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത്. പല രോഗികളും രാവിലെയും വൈകിട്ടുമായി വാഹനത്തിൽ ആശുപത്രിയിൽ എത്തി ചികിത്സ തേടി മടങ്ങുന്ന സാഹചര്യമായിരുന്നു. ഇത് ഇവർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കിയിരുന്നു. ഇതിനെല്ലാമാണ് ഇപ്പോൾ പരിഹാരമാകാൻ പോകുന്നത്. ഭരണസമിതി അധികാരത്തിൽ ഏറിയ സമയത്ത് തന്നെ ഈവനിംഗ് OPയുടെ പ്രവർത്തനം പുനരാരംഭിച്ചിരുന്നു. ഇപ്പോൾ കിടത്തി ചികിത്സയും ആരംഭിച്ചതോടെ ആശുപത്രിയുടെ നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരമാകും. ആശുപത്രിയുടെ മികച്ച പ്രവർത്തനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് കായകൽപ്പ പുരസ്കാരമടക്കം ലഭിച്ചതാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.